HSA ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി നമ്മൾ നടത്തുന്ന ടോപ്പിക് വൈസ് സീരീസിലെ ലേറ്റസ്റ്റ് ക്ലാസ് ആണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മൊഡ്യൂൾ 4-ലെ ടുവേഴ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് എന്ന് പറയുന്ന എസ്സേ ആണ് നമ്മൾ ഇവിടെ വിശകലനം ചെയ്യുന്നത്. നമുക്കറിയാം, ഇത് എലൈൻ ഷോൾട്ടറിൻ്റെ എസ്സേ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള 2 എസ്സേസ് ആണ് അവർ എഴുതിയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓണും, അതുപോലെ തന്നെ ടുവേഴ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ്. ഇവിടെ നമുക്ക് വിശകലനം ചെയ്യാനുള്ളത് ടുവേഴ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് എന്നുള്ള അവരുടെ എസ്സേ ആണ്. നമുക്കറിയാം, ഷെവാൽട്ടർ എന്ന് പറയുമ്പോൾ അമേരിക്കൻ ലിറ്റററി ക്രിട്ടിക്കാണ്, സ്കോളറാണ്, അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് തിയറിസ്റ്റ് ആണ്. അവരെഴുതിയിട്ടുള്ള ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള 2 എസ്സേസ് ആണ് ഏതൊക്കെ? എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓണും, അതുപോലെ തന്നെ ടുവേഴ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സും. അവരാണ് ആദ്യമായി ഗൈനോ ക്രിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിക്സിനകത്തെ സെമിനൽ വർക്കാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ടുവേഴ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് എന്ന് പറയുന്നത്. അല്ലേ, സെമിനൽ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ ഏർലിയസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വർക്ക് ഇൻ ദിസ് ഫീൽഡ്, ഇൻ ദിസ് ഏരിയ. ഓക്കെ, ഈ ഏരിയയിലെ ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന ഏരിയയിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഏർലിയസ്റ്റ് ആയിട്ടുള്ള ലിറ്റററി വർക്കാണ് ഈ പറയുന്ന ടുവേഴ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഗൈനോ ക്രിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഗൈനോ ക്രിറ്റിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തിനെ ഫോക്കസ് ചെയ്യുന്നു? വിമൻ ആസ് റൈറ്റേഴ്സ്. അപ്പോൾ അതിൽ നമുക്ക് ഈ പറയുന്ന ഭാഗത്തു നിന്നും നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ നോട്ട്, PDF നോട്ട് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എസ്സേയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു, ഞാൻ പറഞ്ഞല്ലോ, എലൈൻ ഷോൾട്ടേഴ്സ് എസ്സേ ടുവേഴ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് ഈസ് എ സെമിനൽ വർക്ക്. ദാറ്റ് മീൻസ് ദ ഫസ്റ്റ് influential work in feminist literary criticism. It calls for a distinct feminist approach to analyzing literature, focusing on women's writing and. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന്, അല്ലെങ്കിൽ ഈ എസ്സേയിൽ നിന്ന് നമ്മുടെ പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട്സ് ദ മെയിൻ ഫോക്കസ് of Elaine Showalter's essay Towards a Feminist Poetics? എന്താണ് ആ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഇത്രയേ ഉള്ളൂ. ഡെവലപ്പിംഗ് എ ഫെമിനിസ്റ്റ് അപ്രോച്ച് ടു ലിറ്റററി ക്രിറ്റിസിസം. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം എന്താണ് മെയിൻ ഫോക്കസ്? ഡെവലപ്പിംഗ് എ ഫെമിനിസ്റ്റ് അപ്രോച്ച് ടു ലിറ്റററി ക്രിറ്റിസിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. What term does Showalter use to describe the study of women as writers? ഏത് ടൈം ആയിരുന്നു? ഗൈനോ ക്രിറ്റിക്സ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ വാട്ട് ടൈം ഡസ് ഷെവാൽട്ടർ യൂസ് ടു ഡിസ്ക്രൈബ് ദ സ്റ്റഡി ഓഫ് വിമൻ ആസ് റൈറ്റേഴ്സ്? ഏതാണ്? ഗൈനോ ക്രിറ്റിക്സ്. അടുത്ത ചോദ്യം നോക്കുക. വാട്ട് ഡസ് ദ ഫെമിനിസ്റ്റ് ക്രിറ്റിക് പ്രൈമർലി ഫോക്കസ് ഓൺ? ഫെമിനിസ്റ്റ് ക്രിറ്റിക് എന്തിനെയാണ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്? ഏതിനെയായിരുന്നു? റെപ്രസെൻറ്റേഷൻസ് ഓഫ് വിമൻ ഇൻ മെയിൽ ഓതർ ടെക്സ്റ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട്സ് ദ ഗോൾ ഓഫ് ഗൈനോ ക്രിറ്റിക്സ്? എന്താണ് ഗൈനോ ക്രിറ്റിക്സ് എന്ന് പറഞ്ഞ ആ കൺസെപ്റ്റ്? അതിൻ്റെ ഗോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? ടു എസ്റ്റാബ്ലിഷ് എ ഫീമെയിൽ ലിറ്റററി ട്രഡീഷൻ. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇതെല്ലാം ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ജനറൽ പൊതുവായിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. Okay, which of the following is not a phase in Showalter's historical model of women's writing? അപ്പോൾ നമ്മുടെ ഈ എസ്സേയിൽ ഷെവാൽട്ടർ 3 ഫേസുകളെ കുറിച്ച് പറയും, 3 ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ 3 കാലഘട്ടങ്ങളെ കുറിച്ച് പറയുന്നു. അത് ഏതൊക്കെയായിരുന്നു? ഫെമിനിൻ ഫേസ്, അടുത്തത് ഫെമിനിസ്റ്റ് ഫേസ്, ദെൻ ഫീമെയിൽ ഫേസ്. ഇത് 3ഉം ഇതിനകത്ത് പറയുന്നുള്ളതാണ്. ഏതാ? ഫെമിനിൻ ഫേസും, ഫെമിനിസ്റ്റ് ഫേസും, ഫീമെയിൽ ഫേസും. എന്നാൽ പറയാത്തത് ഇത് ഏതായിരിക്കും? പോസ്റ്റ് മോഡേൺ ഫേസ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഫെമിനിസ്റ്റ് ക്രിറ്റിക് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. വാട്ട് ഡസ് ദ ഫെമിനിസ്റ്റ് ക്രിറ്റിക് എയിം ടു എക്സ്പോസ് ഇൻ ലിറ്ററേച്ചർ?
എന്തായിരിക്കും, എന്ത് എക്സ്പോസ് ചെയ്യാനാണ് ഫെമിനിസ്റ്റ് ക്രിട്ടിക് കൊണ്ട് ആ പറയുന്ന അതിൻ്റെ എയിം എന്തായിരുന്നു? ടു എക്സ്പോസ് വാട്ട് പാട്രിയാർക്കൽ ബയാസസ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ്. ഇതിനെയൊക്കെ എക്സ്പോസ് ചെയ്യാനാണ് ഈ ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് കൊണ്ട് ഈ പറയുന്ന ഷവാൽട്ടർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വാട്ട് ഡസ് ദ ഫെമിനിസ്റ്റ് ക്രിട്ടിക് എയിം ടു എക്സ്പോസ് ഇൻ ലിറ്ററേച്ചർ? എന്താണ്? പാട്രിയാർക്കൽ ബയാസസ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ്. അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ഡസ് ദ ഫെമിനിസ്റ്റ് ക്രിട്ടിക് പ്രൈമർലി അനലൈസ്? എന്തായിരിക്കും? മെയിൽ ഓതേർഡ് ടെക്സ്റ്റ്. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ഡസ് ദ ഫെമിനിസ്റ്റ് ക്രിട്ടിക് പ്രൈമർലി അനലൈസ്? ആദ്യമായി അല്ലെ പ്രാഥമികമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അനലൈസ് ചെയ്യുന്നത് ഏത് തരം പുസ്തകങ്ങളായിരിക്കും? ഏതൊക്കെ? മെയിൽ ഓതേർഡ് ടെക്സ്റ്റ് ആണ് നോക്കുക. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ പ്രൈമറി കൺസേൺ ഓഫ് ദ ഫെമിനിസ്റ്റ് ക്രിട്ടിക്? എന്തായിരിക്കും? ചാലഞ്ചിങ് മെയിൽ ഡോമിനേറ്റഡ് ലിറ്റററി ട്രഡീഷൻസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഗൈനോക്രിറ്റിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് വാട്ട് ഡസ് ഗൈനോക്രിറ്റിക്സ് ഫോക്കസ് ഓൺ? നമ്മൾ പറഞ്ഞല്ലോ എന്തിനാണ്? വിമൻ ആസ് റൈറ്റേഴ്സ് ആൻഡ് ദെയർ ലിറ്റററി ട്രഡീഷൻസ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതിനെയാണ് ഗൈനോക്രിറ്റിക്സ് പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത്. എന്തിനാണ്? വിമൻ ആസ് റൈറ്റേഴ്സ് ആൻഡ് ദെയർ ലിറ്റററി ട്രഡീഷൻസ്. അടുത്ത ചോദ്യം, വാട്ട്സ് ദ മെയിൻ ഗോൾ ഓഫ് ഗൈനോക്രിറ്റിക്സ്? എന്തായിരുന്നു? ടു എസ്റ്റാബ്ലിഷ് എ ഫീമെയിൽ ലിറ്റററി കാനൻ. അല്ലേ? അപ്പോൾ എന്താണ്? ടു എസ്റ്റാബ്ലിഷ് എ ഫീമെയിൽ ലിറ്റററി കാനൻ. ഇതാണ് അതിൻ്റെ ഗൈനോക്രിറ്റിക്സിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ആസ്പെക്ട് ഓഫ് ഗൈനോക്രിറ്റിക്സ്? എന്തായിരുന്നു? എക്സ്പ്ലോറിംഗ് വിമൻസ് തീംസ്, സ്റ്റൈൽസ് ആൻഡ് ജോണേഴ്സ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ ഹിസ്റ്റോറിക്കൽ ഫേസ് ഓഫ് വിമൻസ് റൈറ്റിംഗ്. അപ്പോൾ അതിന് ഫസ്റ്റ് ഫേസ് ഏതാണ്? അപ്പം നമുക്ക് ഫസ്റ്റ് ഫേസ് എന്ന ഫെമിനിയൻ ഫേസ് ആണ്. അത് ഏത് കാലഘട്ടമായിരുന്നു? 1840 മുതൽ 1880 വരെയാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത നമുക്ക് നോക്കാം. എന്താണ് ചോദ്യം? വാട്ട് ക്യാരക്ടറൈസസ് ദ ഫെമിനിയൻ ഫേസ്? ഫെമിനിയൻ ഫേസ് എന്തിനെയാണ് ക്യാരക്ടറൈസ് ചെയ്യുന്നത്? എന്തായിരിക്കും? വിമൻ റൈറ്റേഴ്സ് ഇമിറ്റേറ്റഡ് മെയിൽ ലിറ്റററി സ്റ്റാൻഡേർഡ്സ്. ഈ കാലഘട്ടത്തിൽ വിമൻ റൈറ്റേഴ്സ് എന്ത് ചെയ്തു? മെയിൽ ലിറ്റററി സ്റ്റാൻഡേർഡ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാലഘട്ടമാണ്. അതിനെയാണ് ഫെമിനിയൻ ഫേസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്കാം, ഫെമിനിസ്റ്റ് ഫേസ്. അതെന്ന് പറയുന്നത് എന്നായിരുന്നു? 1880 മുതൽ 1920 വരെ ഈ ഫേസാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ടത് നോക്കാം. വാട്ട് ക്യാരക്ടറൈസസ് ദ ഫെമിനിസ്റ്റ് ഫേസ്? ഫെമിനിസ്റ്റ് ഫേസിനെ എന്താണ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്? അല്ലേ, ഫസ്റ്റ് എന്തായിരുന്നു? അവർ മെയിൽ സ്റ്റാൻഡേർഡ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ദെൻ സെക്കൻഡ് ഫേസിൽ എന്താ അവർ ചെയ്തത്? വിമൻ റൈറ്റേഴ്സ് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് മെയിൽ ഡോമിനൻസ്. മെയിൽ ഡോമിനൻസിനെതിരെ അവർ പ്രതിഷേധിച്ചു. ഓക്കെ, അതാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ഈ തേർഡ് ഫേസ് എന്താണ്? ഫീമെയിൽ ഫേസ് ആണ്. അതെന്ന് പറയുമ്പോൾ 1920 present. ഓക്കെ, ഇതാണ് കറക്റ്റ്. അപ്പം ഇത് ഫസ്റ്റ് ഫേസ്, ഇത് സെക്കൻഡ് ഫേസ്, ദെൻ ഇത് തേർഡ് ഫേസ്. അതാണ് ഫീമെയിൽ ഫേസ് എന്ന് പറയാം. അപ്പം അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ക്യാരക്ടറൈസസ് ദ ഫീമെയിൽ ഫേസ്? ഫീമെയിൽ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? എന്തായിരുന്നു സംഭവിച്ചത്? അതായത് വിമൻ റൈറ്റേഴ്സ് ഫോക്കസ്ഡ് ഓൺ ഫീമെയിൽ ഐഡന്റിറ്റി ആൻഡ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഈ പറയുന്ന സി എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ഫേസിൽ അവർ ഇമിറ്റേറ്റ് ചെയ്തു, സെക്കൻഡ് ഫേസിൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു, ദെൻ തേർഡ് ഫേസിൽ അവരുടേതായ ഐഡന്റിറ്റിയിൽ അവർ എഴുതാൻ തുടങ്ങി. അല്ലേ, വിമൻ റൈറ്റേഴ്സ് ഫോക്കസ്ഡ് ഓൺ ഫീമെയിൽ ഐഡന്റിറ്റി ആൻഡ് എക്സ്പീരിയൻസസ്. ഇതാണ് ഇവിടുത്തെ ആൻസർ. അടുത്ത നമുക്ക് നോക്കാം തീംസ് ആൻഡ് കോൺസെപ്റ്റ്സ്. തീംസും കോൺസെപ്റ്റ്സിനെ വെച്ചുള്ള നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ നോക്കുക. വാട്ട് ഡസ് ഷവാൽട്ടർ ആർഗ്യൂ ഈസ് മിസ്സിംഗ് ഇൻ ട്രഡീഷണൽ ലിറ്റററി ക്രിറ്റിസിസം? എന്താണ്? ഫീമെയിൽ വോയിസസ്. അതാണ് ലാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫീമെയിൽ വോയിസസ് ട്രഡീഷണൽ ലിറ്റററി ക്രിറ്റിസിസത്തിൽ മിസ്സിംഗ് ആണെന്നാണ് എന്ത് ചെയ്യുന്നത്? ഷവാൽട്ടർ ആർഗ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. വാട്ട് ഡസ് ഷവാൽട്ടേഴ്സ് എസ്സേ ചാലഞ്ച്? എന്തിനെയാണ് ഷവാൽട്ടേഴ്സിൻ്റെ എസ്സേ ചാലഞ്ച് ചെയ്യുന്നത്? എന്തിനെയാണ്?
ദ മെയിൽ ഡോമിനേറ്റഡ് ലിറ്റററി കനാൽ. ഇതിനെയാണ് ചാലഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്തായിരിക്കും ക്വസ്റ്റ്യൻ? വാട്ട് ഡസ് ഷെവൽട്ടർ എംഫസൈസ് ഇൻ ഹെർ എസ്സേ? എന്താണ് എംഫസൈസ് ചെയ്യുന്നത്? ദ ഇമ്പോർട്ടൻസ് ഓഫ് വിമൻസ് റൈറ്റിംഗ് ആൻഡ് എക്സ്പീരിയൻസസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ട് പോകണം. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഈ 20 ചോദ്യങ്ങളിലൂടെ പറയുന്നത്. നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ HSC ഇംഗ്ലീഷിന് വേണ്ടി ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ എല്ലാ ടോപ്പിക്സും കുറച്ചും കൂടെ അനലൈസ് ചെയ്തും കുറച്ചും കൂടെ വിശകലനം ചെയ്തുമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ളൊരു സ്റ്റഡി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ഈ പറയുന്ന ലിങ്കിൽ കയറി നോക്കുക, ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കോഴ്സ് കാണാൻ പറ്റും. ആ കോഴ്സിൽ നിന്ന് നോക്കിയാൽ നമുക്കറിയാം നമ്മളെല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഗ്രാമർ ഉൾപ്പെടെ എല്ലാ പോർഷൻസും, HSC ഇംഗ്ലീഷിന് വേണ്ടുന്ന എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സിൻ്റെ റേറ്റ് ഇച്ചിരി കൂടുതലാണ്, 5000 രൂപയാണ്. കുഴപ്പമില്ല, നിങ്ങൾക്കത് ഇൻസ്റ്റാൾമെൻ്റായിട്ട് 2500 വെച്ച് ഇൻസ്റ്റാൾമെൻ്റായിട്ട് 2 തവണ നമുക്ക് അടയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.